നഷ്ടമാണെന്ന് ഞാൻ പറയും. ഈ നഷ്ടം CPI-എമ്മിൻ്റേത് മാത്രമല്ല, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനാകെ ഏറ്റ നഷ്ടമാണെന്നാണ് എൻ്റെ മനസ്സിപ്പോൾ പറയുന്നത്. സീതാറാം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്തിയെടുത്ത നേതാക്കളിൽ ഏറ്റവും പ്രസന്നമായൊരു മുഖമായിരുന്നു. എപ്പോഴും ഊർജ്ജസ്വലനായിരുന്നു. രാഷ്ട്രീയ പ്രശ്നങ്ങളെ സൈദ്ധാന്തിക അടിത്തറയിലൂന്നി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും വ്യാഖ്യാനിക്കാനും എല്ലാം കെൽപ്പുള്ള നേതാവായിരുന്നു സഖാവ് സീതാറാം. നന്നേ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം CPI-എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായി പ്രവർത്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ UPA കാലം മുതൽ ഇങ്ങോട്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ രൂപീകരണം വരെയുള്ള അതീവ സങ്കീർണമായ ഗൗരവമേറിയ എല്ലാ രാഷ്ട്രീയ മുഹൂർത്തങ്ങളിലും സീതാറാമിലെ നേതാവിൻ്റെ ശക്തി, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് ഇന്ത്യ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗമുണ്ടായത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ വഴികളിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പൊന്തി വരുന്ന വേളയിലാണ്. പക്ഷേ ഏത് പ്രയാസം വരുമ്പോഴും ബുദ്ധിമുട്ടേറിയാലും അതിൻ്റെ എല്ലാം മുമ്പിൽ പതാതെ നിൽക്കാൻ, അക്ഷോഭ്യനായി പ്രവർത്തിക്കാൻ എല്ലാം കഴിയുമായിരുന്ന പ്രവർത്തന ശേഷി സീതാറാമിൻ്റെ പ്രത്യേകതയായിരുന്നു. വ്യക്തിപരമായ ഒരുപാട് ഓർമ്മകളുണ്ട്. അതെല്ലാം ഞാനിവിടെ ഇപ്പോൾ കുടഞ്ഞിടാൻ ശ്രമിക്കുന്നില്ല. 80കളുടെ തുടക്കത്തിൽ അല്ല 70കളുടെ പകുതിക്ക് വെച്ച് മഹാരാജാസ് കോളേജിൻ്റെ മുറ്റത്ത് വെച്ച് ആരംഭിക്കുന്ന ബന്ധമാണ് സീതാറാമുമായി എനിക്കുള്ളത്. സീതാറാം അന്ന് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു. ഞാൻ AISFൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു. അന്ന് പരസ്പരം കൈ കൊടുത്തുകൊണ്ട് ആരംഭിച്ച ബന്ധമാണത്. പിന്നീട് ദശാബ്ദങ്ങളിലൂടെ ആ ബന്ധം വളർന്നു. ഇതിനിടയിൽ ലോക ജനാധിപത്യ യുവജന ഫെഡറേഷൻ്റെ ഭാരവാഹിയായി ഞാൻ ബുഡാപെസ്റ്റ് കേന്ദ്രമൊക്കെ പ്രവർത്തിക്കുമ്പോൾ ആ 4 വർഷങ്ങൾക്കിടയിൽ പലതവണ സീതാറാം പലതരം മീറ്റിങ്ങുകൾക്കായി അവിടെ വന്നു പോയപ്പോഴെല്ലാം എൻ്റെ വീട്ടിൽ ഒരുപാട് നേരം അത്താഴവേളയിൽ ഒന്നിച്ചിരിക്കാറുണ്ടായിരുന്നു. ആഹാരം കഴിച്ച് സൗഹൃദം പുതുക്കി വർത്തമാനങ്ങൾ പങ്കിട്ട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് പാട്ട് കേട്ട് രാവ് ഒരുപാട് വൈകിട്ടാണ് എല്ലായ്പ്പോഴും സീതാറാം മടങ്ങിപ്പോയിരുന്നത്. ഇത്തരം കൂടിക്കാഴ്ചകൾ മോസ്കോയിൽ വെച്ചും പലവട്ടം ഉണ്ടായിട്ടുണ്ട്. അതിലൂടെ എല്ലാമാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വ്യക്തിപരമായ ആഴമുള്ള സ്നേഹബന്ധമായി മാറിയത്. പിന്നെ 6 കൊല്ലം കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമായി ഞാൻ ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കാനെത്തിയപ്പോൾ മുതൽ സഖാവ് സീതാറാമുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരങ്ങൾ ഏറെ കിട്ടി. പല പൊതുവിഷയങ്ങളിലും CPI-CPM ചർച്ചകളിൽ, ഇന്ത്യ സഖ്യത്തിൻ്റെ മീറ്റിങ്ങുകളിൽ, യുവജന പ്രക്ഷോഭത്തിൻ്റെ വേദികളിൽ, അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ വെച്ച് കൂടിക്കാണുമ്പോഴെല്ലാം നിറഞ്ഞ സ്നേഹം പങ്കിട്ട രാഷ്ട്രീയ ആശയ പ്രശ്നങ്ങളെപ്പറ്റി സുവ്യക്തമായി വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ സംഭാഷണങ്ങളെല്ലാം ഓർമ്മയിലേക്ക് വരുന്നു. സീതാറാമിനെ ഒരു നേതാവിൻ്റെ സാന്നിധ്യം ഇടതുപക്ഷത്തിന് ഏറെ ആവശ്യമായി വരുന്ന സന്ദർഭത്തിലാണ് സീതാറാം വിട പറയുന്ന ആ പ്രിയപ്പെട്ട സഖാവിൻ്റെ, ശക്തിയുള്ള നേതാവിൻ്റെ, ആത്മാർത്ഥ സൗഹൃദം പങ്കിട്ട ഉറ്റ സുഹൃത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ തലകുനിച്ച് പിടിക്കുന്നു. CPI-എമ്മിൻ്റെ നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും സഖാക്കൾക്കുമുള്ള എല്ലാ ദുഃഖവും ഞങ്ങൾ CPI സഖാക്കൾ പങ്കിടുന്നു. സീതാറാമിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ ചെങ്കട് താഴ്ത്തിപ്പിടിക്കുന്നു.
പ്രിയപ്പെട്ട സഖാവെ വിട എന്ന് ഞാൻ പറയുന്നു.